എന്റെ കഷ്ടകാലം വെട്ടും കുത്തുമായിട്ട് അർമാനിച്ച് നടന്ന മനുഷ്യനാ ഇപ്പതേ ഒരു പിണ്ണാക്കിനും കൊള്ളാതെ ചുമ്മാ വീട്ടിൽ കഥ കടച്ചിട്ടിരിക്കുക. ഒന്നും അല്ലേലും ആ ജിമ്മിലേക്ക് പോയി ബോഡി ബിൽഡപ്പ് ചെയ്യുന്ന മനുഷ്യ. അവിടെ കൊടുക്കാനുള്ള കാശ് നിന്റെ തന്തോണ്ട് വെച്ചിക്കല്ലേ? ദൈവമേ, നല്ലൊരു കോളായിരിക്കണേ. വല്ലവനെ തല്ലിക്കൊല്ലാനുള്ള കൊട്ടേഷൻ ആയിരിക്കണേ. ചുരുങ്ങിയത് 1,00,000 രൂപയെങ്കിലും അഡ്വാൻസ് കിട്ടണേ എന്റെ ദൈവമേ. ഈശ്വര രക്ഷ. ഹലോ, കള്ളത്തെണ്ടികൾ ചുമ്മാ മനുഷ്യനെ കളിപ്പിക്കാൻ വേണ്ടി 39 മാത്രം. ആ 39 ഉണ്ടെങ്കിൽ ഒരു മാസം അരിവാൻ ചെയ്യുന്ന. നിങ്ങളൊന്നിങ്ങോട്ട് വന്നേ, ഒരാൾ കാണാൻ വന്നേക്കണോ? വെള്ളമൊടിച്ച മറക്കരുതേ. ഹലോ മാഡം, റൂം നമ്മുടെ പനോരമയിൽ തന്നെയാണ്. എന്തോ? ആ, മാഡത്തിന്റെ ഫേവറേറ്റ് റൂം തന്നെയാ. റൂം നമ്പർ 501. അപ്പോ ശരി മാഡം. അല്ല, മാഡത്തിന്റെ ഡേറ്റ്സ് ഓർമ്മയുണ്ടല്ലോ? 25ഉം 26ഉം. 26 അയ്യോ, കുഴപ്പിക്കല്ലേ മാഡം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഇല്ലെങ്കിൽ ഡയറക്ടർ എന്റെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടും. ഓ ഓക്കെ മാഡം, ശരി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ശ്രീകൃഷ്ണ സാറാ. നമസ്കാരം സാർ. നാളെ നമ്മുടെ പുതിയ സീരിയൽ തുടങ്ങുക. ഓക്കെ സാർ. സീരിയലിൽ നമ്മൾ ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യുക. ഭയങ്കര ത്രില്ലിംഗ് സീരിയലാ. പോലീസും ഗുണ്ടകളും തമ്മിലാ ഫൈറ്റ്. തനിക്കൊരു വേഷമുണ്ട്. ഗുണ്ടയായിരിക്കുമല്ലോ സാർ? ഗുണ്ടയൊന്നുമല്ല, ഗുണ്ടകളൊക്കെ മദ്രാസിൽ നിന്നുള്ള ടീമാ. തനിക്ക് പോലീസ് ഇൻസ്പെക്ടറുടെ വേഷമാ. താൻ റെഡിയാണോ? ഞാൻ റെഡിയാ സാർ, എനിക്ക് സന്തോഷമുള്ളൂ. അപ്പൊ നാളെ ഷാർപ്പ് 7 മണിക്ക് ARS എത്തണം. ഓക്കെ സാർ. അല്ല സാർ, നമ്മൾ പോലീസിന്റെ വേഷം അവിടെ തരുമോ സാർ? ഇതെന്താടോ, സിനിമയോ? സീരിയലാ. എല്ലാരും അവരവരുടെ കോസ്റ്റ്യൂമായിട്ടേ വരത്തുള്ളൂ. താൻ നാളെ പോലീസിന്റെ ഡ്രസ്സുമായിട്ട് വരണം. അയ്യോ, അതിപ്പോ ഞാൻ പോലീസിന്റെ. ഹലോ, ആ യൂണിറ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞു. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. അപ്പൊ ശരി പുഷ്കര, നാളെ കാണാം. മറക്കാതെ ഇൻസ്പെക്ടറുടെ കോസ്റ്റ്യൂമായിട്ട് വരണേ. അല്ല സാറേ, ഞാൻ കോസ്റ്റ്യൂം എവിടെ കൊണ്ടുവരാം? പോലീസിന്റെ സാർ, എനിക്കറിയത്തില്ല സാർ. ചേട്ടാ, അവരെന്താ പറഞ്ഞേ? എടി, പുതിയ സീരിയലില് എനിക്ക് ഇൻസ്പെക്ടറുടെ വേഷമാണ്. പക്ഷെ വേഷം കൊണ്ട് നമ്മൾ അവിടെ പോണം. എവിടെ കിട്ടൂടെ ഇൻസ്പെക്ടറുടെ വേഷം? അല്ല ചേട്ടാ, ഈ വേഷങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കണ സ്ഥലമില്ലേ? ഈ രാത്രിയിലോ? ഈ പാതിരാത്രിയിലോ? നാളെ 7 മണിക്ക് അവിടെ എത്തണമെന്ന് അയാൾ എന്റെ അടുത്ത് പറഞ്ഞത്. അല്ല ചേട്ടാ, അവരെന്ത് വേഷാന്നാ പറഞ്ഞത്? പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം. അതാണോ ഇത്ര വലിയ കാര്യം? ഗുണ്ടാപ്പണിക്ക് മുമ്പ് നിങ്ങൾ നാട്ടിൽ അറിയപ്പെടുന്ന മീശമാധവനായിരുന്നില്ലേ? നല്ലൊരു കാര്യത്തിനല്ലേ ചേട്ടാ? ചേട്ടൻ CSRന്റെ യൂണിഫോം ഒന്ന് അടിച്ചു മാറ്റണം. എടി, അത് വേണോ? അത് കുഴപ്പാവൂലേ? എന്ത് കുഴപ്പം? പിടിച്ചു കഴിഞ്ഞാ കുറച്ച് ദിവസം അകത്ത് കിടക്കും. ചേട്ടന് പത്രത്തിൽ നല്ലൊരു പേരാവില്ലേ? ഫീൽഡിലുണ്ടെന്ന് അങ്ങനെയെങ്കിലും 4 ആളൊന്നും അറിയട്ടെ. നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പൊ കക്കല്ലേ? ധൈര്യമായിട്ട് പോ ചേട്ടാ. നീ അകത്ത് പോ, ഞാൻ നോക്കിട്ട്. ശരി. ഇവിടെ പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ഇവിടുത്തെ പട്ടി ശരിക്കും ആരാ? CA ഷിജു സാറായിരിക്കും. ആ പട്ടിയല്ലാതെ വേറൊരു പട്ടി ഈ വീട്ടിൽ എങ്ങനെ കാണും? ഇതല്ല, വീട് മാറിപ്പോയാ? ഇത് ഞാനാ, ഇങ്ങോട്ട് വാ. ഇതാര്? രാധാകൃഷ്ണൻ? പിന്നല്ലാതെ. പിന്നെ
അണ്ണ ഒരു സീറുണ്ട് എടുക്കാൻ. അയ്യോ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ കളഞ്ഞടേ. അത് ശരി. നീ എവിടെയൊക്കെ? എനിക്ക് ഇന്ന് ഈ ഏരിയയിലാണല്ലോ വർക്ക്. ആണാ? ആ. അപ്പൊ നീ ഇന്ന് ഇവിടെയൊക്കെ കക്കാൻ പോണാ? ഇവിടെ അല്ല, കുറച്ചങ്ങോട്ട് മാറിയാ. പിന്നെ അല്ല ചേട്ടൻ എന്താ ഇവിടെ? അല്ല ഞാൻ ഇവിടെ വെറുതെയൊക്കെ അങ്ങനെ വെറുതെ സാധനം ഉണ്ടടാ. പിന്നെ കൊള്ളാം. ഇതല്ലേ നമുക്കൊരു ധൈര്യം. ഇങ്ങോട്ട് കണ്ട നമുക്ക് ഓട്ടോരോടെ പോയി അടിക്കാം. വെള്ളം ഉണ്ടോ? വെള്ളം വാ വാ വാ. ഇവിടെ വാ. ആദ്യം നീ എഴി. ഇതാ ട്രൈ ആയിട്ട് അടിക്കണ്ട, കൂമ്പോടി പോടാ. ഇല്ല ചേട്ടാ, ഇതിനല്ലേ കയ്യില് വെള്ളം ഇരിക്കുന്നത്. പിന്നെ നിനക്കെന്നാ ബിസിനസ് ഒക്കെ? ഓ ആകെ മൊത്തം ഡള്ള ചേട്ടാ. ഒരുത്തന്റെ കയ്യിൽ 10 പൈസ ഇല്ല. മുക്ക് പണ്ട് തൊട്ടുണ്ടല്ലേ പെണ്ണുങ്ങളൊക്കെ പുറത്തിറങ്ങുന്നത്. ആകെ പ്രശ്നത്തിലേട്ടാ. അല്ല അണ്ണന്റെ കാര്യമൊക്കെ എങ്ങനെ? ഓ ഞാനിപ്പോ നനഞ്ഞ പടക്കം പോലെയാടാ. ഒരു പെണ്ണാകനും കൊള്ളത്തില്ല ഇപ്പൊ. ഞാനും കേട്ടു ചേട്ടൻ ഈ ഫീൽഡൊക്കെ വിടുവന്ന്. എന്ത്? ഞാൻ ഫീൽഡ് വിട്ടാടാ. ഞാൻ ഔട്ടായതല്ലേ? ആണോ? ഒരുത്തന്മാർക്ക് ഇപ്പൊ എന്നെ വേണ്ട, എല്ലാവർക്കും ഇപ്പൊ ന്യൂ ജനറേഷൻ മതിയല്ലോ. ഇപ്പൊ ഈ രാത്രിയിൽ വല്ല കൊട്ടേഷൻ പണിക്ക് ഇറങ്ങിയതാണോ? അല്ലടാ, എനിക്ക് നാളെ ഒരു സീരിയലിലേക്ക് എനിക്ക് പോലീസ് ഇൻസ്പെക്ടറുടെ ഒരു വേഷം വേണം. ഞാൻ അത് തപ്പി ഇറങ്ങിയതാ. അത് ശരി, സീരിയലാ. കൊള്ളാം. അല്ല ഇതിനൊക്കെ അണ്ണൻ കഷ്ടപ്പെടുന്ന വല്ല കാര്യമുണ്ടോ? ഞാൻ എടുത്തോണ്ട് വന്ന് തരാന്നേ. അണ്ണൻ പണ്ടന്നെ ഒരു പട്ടിയുടെ മുന്നിൽ നിന്ന് രക്ഷിച്ചു ഓർമ്മയുണ്ടോ? അതൊന്നും ഞാൻ മറക്കത്തില്ല. ഓ അതൊന്നും വേണ്ടടാ. എന്തായാലും ഞാൻ ഇറങ്ങിയതല്ലേ, എന്തായാലും ഞാൻ ഇത് ഒപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്നാ പോട്ടണ്ണ. ശരി. പോലീസാ? അയ്യോ പോലീസ്! ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എവിടാ എന്റെ കാശ്? ബാക്കി വെച്ച കാശ് മര്യാദക്ക് കൊണ്ട് തരണം. കാശ് നിങ്ങളവിടെ സാർ. ഉറക്കമായിരുന്നു. പാവം കൈക്കൂലി കാശ് സ്വപ്നം എന്താ കിടക്കുന്നത്? രക്ഷപ്പെട്ട്. ഇതെന്തോ ഫയർ എഞ്ചിനോ? പാവം. വേണ്ട. അവിടെ ഊതിക്കൊണ്ട് കേടാ. ദൈവം കാത്തു. ഞാൻ സീരിയലിൽ പോലീസ് ഇൻസ്പെക്ടർ ആവണമെന്നാണ് എന്റെ വിധി. ഒരു ഗുണ്ടയെ പോലീസാക്കാനുള്ള ദൈവത്തിന്റെ ഓരോ ആഗ്രഹമേ. എന്റെ യൂണിഫോം മര്യാദക്ക് തേച്ച് വെക്കണം കേട്ടേ. കൊറേ തേച്ച് വെക്കും. സലൂട്ട് സാർ. ചേട്ടൻ സീരിയലില് പോലീസ് ഇൻസ്പെക്ടർ ആണല്ലേ പറഞ്ഞേ? ഒരു പക്ഷേ സബ് ഇൻസ്പെക്ടർ വേഷ തരുന്നതെങ്കിലോ? അല്ല ഇത് സർക്കിളിന്റെ യൂണിഫോം അല്ലേ? പോടി, അതൊന്നും കുഴപ്പമില്ലെന്ന്. ഇതൊക്കെ സീരിയലല്ലേ, എന്തായാലും പ്രശ്നമില്ല. കളർ കാക്കയായിരുന്നാ പോരെ. അതെ, അവസാനം ചേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴേ ഈ ഒരു കാര്യം പറഞ്ഞ് അവര് ഒഴിവാക്കിയാലോ? നീ എന്തായി പറയണ? എനിക്ക് മനസ്സിലായില്ല. ഓ ഇത് സിഐയുടെ യൂണിഫോം അല്ലേ? എസ് ഐയുടെ വേഷാണ് ചേട്ടന് കിട്ടുന്നതെങ്കിൽ ആ യൂണിഫോം ഇല്ലാന്നും പറഞ്ഞ് ചേട്ടനെ ഒഴിവാക്കിക്കൂടെന്ന്. അതും ശരിയാണല്ലോ. ചേട്ടനൊരു കാര്യം ചെയ്യേ,
ഒരു SIയുടെ യൂണിഫോമും കൂടെ അങ്ങ് അടിച്ചു മാറ്റ്. അത് വേണോടി? ആ, ചുമ്മാ നോക്കുന്നേ. എന്നിട്ട് ഈ 2 യൂണിഫോമും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. അപ്പൊ ഏത് വേഷം കെട്ടാലോ? അതെ, ഇനി SIയുടെ വീട്. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. Notice that left field, thinking out the box. Never thought would happen, never thought we could do. Jim Johnson, Pitbull. എന്റെ സുരേഷ് ഗോപി ചേട്ടാ, എന്നെ കണ്ട സുരേഷ് ഗോപിയായിട്ടൊക്കെ തോന്നോ? സുരേഷ് ഗോപി ചേട്ടാ, വലിയ MP ഒക്കെ ആയിന്ന് കരുതി സിനിമ നിർത്തരുത് കേട്ടോ. പഴയ പടങ്ങൾ കണ്ട് കണ്ട് മടുക്കാൻ തുടങ്ങി. നിങ്ങൾ പുതിയൊരു ഭരചന്ദ്രനായിട്ട് വാ ചേട്ടാ. ഭർത്താവിന് അടുത്ത് കിടത്തിയിട്ട് സുരേഷ് ഗോപി സ്വപ്നം കാണും. പാവം ഭർത്താവ്. Let me see that tongue ring. Did it, dumb thing. But before we get freaky, girl, let me tell you one thing. കാണല്ലേ ദൈവമേ. ഭാര്യ സുരേഷ് ഗോപി സ്വപ്നം കാണുന്നു, ഭർത്താവ് പ്രതികളെ സ്വപ്നം കാണുന്നു. ടോട്ടലി സ്വപ്നം. നമുക്ക് വിടാം. കൈ കൊണ്ട് മേടിക്കും നീ പറഞ്ഞേക്കാം കേട്ടോ. എന്റെ മെക്കെട്ട് കയറുന്ന എന്തിനാ? ആദ്യം സ്വന്തം യൂണിഫോം സൂക്ഷിക്കാൻ പഠിക്ക്. ഞാൻ കൃത്യമായിട്ട് ഇസ്തിരിയിട്ട് വെച്ചിരുന്നതാ. ഇപ്പൊ അതവിടെ കാണാനില്ല. ഒന്ന് അലക്കയില്ലെന്നല്ലേ ഉള്ളൂ. ഇന്നലെ മാറിയുടെ യൂണിഫോം ഞാൻ ഇസ്തിരിയിട്ട് തന്നില്ലേ? പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? എടി യൂണിഫോം 2 എണ്ണം ഉള്ളതുകൊണ്ട് ഒരെണ്ണം നിനക്ക് എടുത്ത് തരാൻ പറ്റി. പക്ഷെ തൊപ്പി അതുപോലാണോ? തൊപ്പിയില്ലാതെ ഞാനെങ്ങനെ സ്റ്റേഷനിലോട്ട് ചെല്ലും? തൊപ്പി തെറിപ്പിക്കുമെന്ന് നിങ്ങൾ മറ്റുള്ള പോലീസുകാരോട് പറയാറില്ലേ? അത് ദൈവം കേട്ടതാ. അതാ ദൈവം നിങ്ങളുടെ തൊപ്പി തെറിപ്പിച്ചത്. എന്റെ തൊപ്പിയെ പറഞ്ഞോണ്ടല്ലോ ഒറ്റ കീറിയാൻ തരും. തൊപ്പിയെ കുറ്റം പറയാൻ വന്നേക്കുന്നു. അയ്യോ, ഇതാ ASI ആണല്ലോ. അയാള് സദാസമയം വിളിച്ചോണ്ടിരിക്കുക. തൊപ്പിയില്ലാതെ ഞാൻ എങ്ങനെ സ്റ്റേഷനിലോട്ട് ചെല്ലും? തൽക്കാലം നിങ്ങൾ തലയിൽ ഒരു ടവൽ എടുത്ത് കേട്ട്. ടവല് തൊപ്പിക്ക് പകരം ഒറ്റ ഒരെണ്ണം. ഇല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടെങ്കിലും ചുറ്റ്. തലയ്ക്ക് വല്ലതും പറ്റിയതെന്ന് ആൾക്കാർ വിചാരിച്ചോളൂ. അതൊക്കെ മോശമല്ലേ കാളി? തലയിലൊന്നുമില്ലാതെ എങ്ങനാ മനുഷ്യ മോഷണ സ്ഥലത്ത് പോയി നോക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു CI അല്ലേ? അത് ശരിയാണ്. എന്നാ പിന്നെ നീ ഒരു തോർത്തിങ് എടുക്കും. എന്നാലും എന്റെ തൊപ്പി ഞാനിത് എവിടെ കൊണ്ടുവച്ച്? ഇത് ആരെടുത്തോണ്ട് പോയാന്നേ? ഞാനിങ്ങനെ സ്റ്റേഷനിൽ ഇതാ എങ്ങനുണ്ട്? ഓ, സ്വാതി തിരുനാൾ രാജാവിന്റെ തലയെക്കെട്ട് പോലെ ഉണ്ട്. സാധിരുന്നാൽ മഹാരാജാവ് തലേ തോർത്തം കെട്ടിയല്ലോ നടന്നിരുന്നത്. കേറി പൊക്കണോ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കാം. ഇപ്പൊ അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെയായല്ലോ. ഇയാളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ ദൈവമേ, തൊപ്പിയില്ലാതെ ഞാൻ എങ്ങനെ സ്റ്റേഷനിലോട്ട് ചെല്ലും? സാറിന്റെ തലയ്ക്ക് ഇതൊന്നും പറ്റി? ഞാനൊന്ന് വീണു. ചെറിയൊരു മുറിവുണ്ട്. സ്റ്റിച്ച് ഇട്ടേക്കുവാ. കുഴപ്പമൊന്നുമില്ല. അല്ല, തന്റെ തലയിലെ തൊപ്പി എവിടെ പോയി? അത് സാറേ, ഞാൻ കുളിമുറിയിൽ നിന്ന് തലയടിച്ച് വീണതാ. ബ്ലഡ് കുറെ പോയി. 2 പേർക്ക് ഒരേ ദിവസം തലയ്ക്ക് മുറിവ് പറ്റണമെങ്കിലേ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എന്തോ കുഴപ്പമുണ്ട്. അതെ സാറേ. സാറേ, തൽക്കാലം എന്റെ തൊപ്പി വേണോ സാറേ? എന്നിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് ഞാൻ ഡ്രൈവറാന്ന് പറയിപ്പിക്കാൻ. മാറിക്കിടോക്കട്ടെ. പാടും. ആ സാറേ, ഞങ്ങളുടെ സമ്പാദ്യം എല്ലാം കൊണ്ടുപോയി സാറേ. ഉത്സവത്തിന് പോയി മടങ്ങുമ്പോഴാ സംഭവം. സാറൊന്ന് നോക്കണം. 50 പവനാ സാറേ പോയത്. ഇവരുടെ പേര് സ്വർണ്ണം. എടി, ആ കള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എനിക്ക് റോള് തന്നില്ലടി.
ഓ ഞാൻ 2 പ്രാവശ്യം ഡയലോഗ് തെറ്റിച്ചെന്ന്. അയാൾ എന്തെന്ന് അറിയാമോ? എന്റെ യൂണിഫോം ഇട്ടിട്ട് അയാൾ തന്നെ ആ റോൾ ഓക്കെ ആക്കിടി. കഷ്ടകാലം നമ്മളെ വിട്ട് പോകും തോന്നല്ലടി. അയ്യോ ഇനിയിപ്പൊ എന്താ ചെയ്യാ ചേട്ടാ? അല്ല ചേട്ടനിപ്പോ എവിടെയാ നിക്കുന്നേ? ഞാൻ റോഡ് സൈഡില് നമ്മൾ സീരിയൽ ഷൂട്ട് ചെയ്യുന്നില്ലേ, ആ വീടിന്റെ തൊട്ടടുത്ത്. ചേട്ടൻ യൂണിഫോമിലാണോ നിക്കണേ? അതെടി പറ, സിയുടെ യൂണിഫോമില്. എന്നാ ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ആ വഴിക്ക് വരുന്ന ഹെൽമെറ്റ് ഇല്ലാത്ത പിള്ളേരെ ഒക്കെ കൈനീട്ടി കാണിച്ച് കുറച്ച് കാശ് അടിച്ചു മാറ്റി ചേട്ടാ. ആ യൂണിഫോം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. അത് കൊള്ളാം. ഈ യൂണിഫോം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. എന്നാ പിന്നെ സമയം കളയണ്ട ചേട്ടാ, കിട്ടാവുന്നവരൊക്കെ പിടിച്ചോ. ഓക്കെ ചേട്ടാ, ഡൺ. വെക്കട്ടെ. ഓക്കെ ഡി. നിർത്തണോടാ, ഇറങ്ങടാ. എന്താടാ ഹെൽമെറ്റ് ഇല്ലാത്ത ഒരു യാത്ര? സോറി സാർ. 500 സാറേ ഫൈൻ 100 രൂപയല്ലേ സാർ? എട് 100 എങ്കിൽ 100 എട്. റിസിപ്റ്റ് ഇതെന്ത് ഉത്സവ പിരിവാ? ഹലോ സാർ, പോലീസ് സ്റ്റേഷനല്ലേ? പോലീസ് യൂണിഫോം ധരിച്ച ഒരാൾ വഴിയിൽ നിന്ന് റെസിപ്റ്റ് ഇല്ലാതെ ഫൈൻ വാങ്ങുന്നുണ്ട് സാറേ. അതെ, ഇവിടെ കവലയില് ആ സീരിയൽ ഷൂട്ട് ചെയ്യുന്ന വീടിനടുത്ത്. ശരി. ശീല ഒരു കാര്യം അറിഞ്ഞോ? എന്താ? ഒരുത്തൻ പോലീസ് യൂണിഫോം അണിഞ്ഞ് വഴി പോകുന്ന വണ്ടിക്കെല്ലാം കൈ കാണിച്ച് ഹെൽമെറ്റ് ഇല്ലാത്ത പിള്ളേരുടെ കയ്യിൽ നിന്നും രസീത് കൊടുക്കാതെ പൈസ വാങ്ങുന്നു. ആഹാ, അതിന് സാറെന്തിനാ ചിരിക്കുന്നത്? അവരെയൊക്കെ പിടിക്കല്ലേ വേണ്ടത്? എന്റെ ശീലേ, ചിലപ്പോ അത് യൂണിഫോം ഇട്ട കള്ളനായിരിക്കത്തില്ല. പിന്നെ സാക്ഷാൽ നമ്മുടെ ആക്ഷൻ സീറോ ഷിജു സാറായിരിക്കും. CA സാർ അവിടെ കള്ളം കയറി വീട്ടിൽ പോയേക്കല്ലേ? എങ്കിൽ പിന്നെ അതാരായിരിക്കും? ഏതോ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന വീട്ടിനടുത്താന്നാ പറഞ്ഞേ. എങ്കിൽ ഉറപ്പാ സാറേ, ഏതോ ഒരു സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ സീൻ കണ്ടപ്പോ പയ്യൻ പറഞ്ഞതായിരിക്കും. അവിടെ നിൽക്കേ, ഇങ്ങോട്ട് നീങ്ങിക്കാൻ. തറവാട്ടിൽ കയറി പോകുന്നല്ലേ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലയോ? അതിയാൻ എന്തിയാ സാറേ? ഏതതിയാൻ? എന്റെ കെട്ടിയോൻ. ഏത് കെട്ടിയോൻ? നിങ്ങളുടെ കെട്ടിയോൻ നിങ്ങളുടെ വീട്ടിലല്ലേ ഇരിക്കണ്ടേ? സാറേ ചുമ്മാ കള്ളം പറയല്ലേ. ഇവിടെങ്ങാണ്ട് മോഷണം നടന്നു കേട്ടല്ലോ. അതിന് നിങ്ങൾക്കെന്താ? അപ്പോ നിങ്ങൾ അങ്ങനെ പിടിച്ചില്ലേ? ആരെ പിടിക്കുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നേ? എന്നാ ഇനി വഞ്ചൂർ സ്റ്റേഷനിൽ പോയി നോക്കാം. അവിടെ നിന്നേ. നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നേ? എന്റെ കെട്ടിയോന്റെ കാര്യമാണ്. നിങ്ങൾ എന്തോന്നായി പറയുന്നേ? നിങ്ങളുടെ കെട്ടിനെന്തിനാ ഇവിടെ വരുന്നേ? നിങ്ങൾ എന്തോന്നായി പറയുന്നേ? നിങ്ങളുടെ കെട്ടിനെന്തിനാ ഇവിടെ വരുന്നേ? അങ്ങനെ അറിയില്ലേ കള്ളംകുമാരൻ? ഇന്നലെ രാത്രി ഇറങ്ങുമ്പോ പറഞ്ഞതാ, രാവിലെ കണ്ടില്ലെങ്കിൽ കൊന്നത്തടി സ്റ്റേഷനിൽ കാണുമെന്ന്. അതാ വന്നത്. അയ്യോ, ഇവിടെ അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ. അപ്പൊ ആ വീട്ടില് മോഷണം നടത്തിയത് നിങ്ങളുടെ കെട്ടിയോനാണല്ലേ? അത് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. രാവിലെ ചായയും കൊണ്ട് വരാൻ പറഞ്ഞതാ. ആളുണ്ടെങ്കിൽ വക്കീൽ ഇപ്പൊ വരും. പെണ്ണുപിള്ള ഒരൊറ്റ വീക്ക് വെച്ചെന്നാണല്ലോ. കെട്ടിയനെന്തോ മഹത്തായ കാര്യം ചെയ്ത പോലെയാ ഇവിടെ വന്നു പറയുന്നത്. ഞങ്ങൾക്ക് ആളിനെ ഇപ്പൊ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇനി ഇവിടെ കിട്ടുമ്പോ അവനെ ഞങ്ങള് ബാക്കി വെച്ചേക്കില്ല. ഒന്ന് പോ സാറേ, ചുമ്മാ വരട്ടാതെ. പോലീസും ജയിലൊന്നും അങ്ങേർക്ക് പുത്തരിയല്ല. അയ്യോ ചേട്ടനാ. ഹലോ ചേട്ടാ, ചേട്ടനിപ്പോ എവിടെയാ? ഞാനേ കൊന്നത്തടി സ്റ്റേഷനിൽ നിൽക്കുവാ. ഓ, പേട്ട സ്റ്റേഷനിലല്ലേ? ഞാനിപ്പോ വക്കീലായിട്ടൊക്കെ വന്നേക്കാം. സ്റ്റേഷൻ മാറിപ്പോയി. അങ്ങേരെ പിടിച്ചതേ പേട്ട സ്റ്റേഷനിലാ. അപ്പൊ ശരി, അങ്ങേരെ ഇവിടെ പിടിക്കുമ്പോഴേ ഇനിയും കാണാം. അപ്പൊ പോട്ടെ. ശീലേ, ഒരു സംഭവം തന്നെ. കള്ളനായ ഭർത്താവിനെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചായയും പഴുപൊരിയായി വരുന്ന ഭാര്യ. കൊള്ളാം. അയ്യോ, തിരക്കിനിടയിൽ ഞാനൊരു കാര്യം പഴംപൊരി ചോദിക്കാനായിരിക്കും. ഒന്ന് പോ സാറേ. ചേച്ചി ഒരു കാര്യം പറയാനുണ്ട്. ചേച്ചി അടുത്ത പോലീസ് ഒപ്പിക്കാനായിരിക്കും. ചേച്ചി ഒന്ന് നിന്നേ. എന്തുവാ സാറേ? ചേച്ചി ഒരു സംഭവമാണെന്നാ സാറ് പറയുന്നത്. ചേട്ടന് ഇത്രയും റിസ്ക് ഉള്ള ജോലിക്ക് വിടുമ്പോ ഉള്ളില് പേടിയൊന്നുമില്ലേ? എന്തോന്ന് പേടി?
ഒന്ന് പോ സാറേ. ആ അല്ല, ഈ കക്കാനൊക്കെ പോയി വല്ലവരും പിടിച്ചാ അല്ലെങ്കിൽ ആരെങ്കിലും തല്ലിക്കൊന്നാ ചേച്ചിക്ക് പിന്നെ ആരുണ്ട്? ദേ കൊച്ചേ, രാവിലെ തന്നെ അറം പറ്റുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. അങ്ങേര് വർക്കിന് പോകാതിരുന്ന ഞങ്ങൾക്ക് ചെലവിനുള്ള വക കൊച്ചു കൊണ്ട് തരുവോ? ഇല്ലല്ലോ. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ, ഉപദേശമൊന്നുമല്ല. ചേട്ടൻ എന്തെങ്കിലും പറ്റിയാ ചേച്ചിക്ക് ആരും ഇല്ലല്ലോ എന്ന് കരുതി പറഞ്ഞതാ. ഓ വരവ് വെച്ചേ, വേറൊന്നുമില്ലല്ലോ. ചേച്ചി ഞാൻ അങ്ങനെ കളവ് നിർത്തണമെന്നല്ല പറഞ്ഞത്. അങ്ങേര് വർക്ക് ചെയ്തോട്ടെ. പിന്നെ വല്ലതും പറ്റിയ ചേച്ചിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള കാശ് കിട്ടാനുള്ള വഴിയാ ഞാൻ പറഞ്ഞത്. പോലീസാണെന്നൊന്നും നോക്കൂല, ഒരൊറ്റ വീക്ക് വെച്ച് വന്നോണ്ടല്ലോ. നാണമില്ലേ സാറേ ഇങ്ങനെയൊക്കെ പറയാൻ? അയ്യോ, ഞാൻ പറഞ്ഞതേ ചേട്ടന്റെ പേരിൽ ഇൻഷുറൻസ് എടുക്കണമെന്ന്. ഓ അങ്ങനെ. ചേച്ചി, ഒരു മാസം വെറും 1000 രൂപ അടച്ച ചേട്ടൻ തട്ടിപ്പോയ ചേച്ചിക്ക് 5 ലക്ഷം രൂപ കിട്ടും. അങ്ങേരെ തട്ടിപ്പോയ ആർക്ക് വേണം സാറേ ഈ കാശ്? ഇൻഷുറൻസുകാർക്ക് തട്ടിപ്പോയ അങ്ങേരെ അതുപോലെ തിരിച്ചു തരാൻ പറ്റുമോ? എങ്കിൽ ചേരാം. ഇല്ലല്ലോ. പിന്നെ കാശ് എന്തരം വാങ്ങാത്തൊലിക്കാ സാറേ ഈ കാശെന്ന് പറയണത്. അങ്ങേരുടെ കൂടെ ഉപ്പും മുളകും ചേർത്ത് ഇത്തിരി കഞ്ഞി കുടിക്കാനുള്ള കാശൊക്കെ മതി എനിക്കും എന്റെ പിള്ളേർക്കും. ഒരു ഇൻഷുറൻസ് അങ്ങനെ അതും ഗോപി. അല്ല, ഈ ഇൻസ്പെക്ടർമാരുടെ യൂണിഫോം ഒക്കെ പരിഷ്കരിച്ചോ സാറന്മാരെ? എനിക്ക് ഒരു പരിക്ക് പറ്റിയതാ തലയില്. എന്റെ തലയിൽ ഒരു ചെറിയ എന്താണ് SP സാർ വരുന്നത്? തൊപ്പിയില്ലാതെ എന്ത് ചെയ്യും സാറേ? സത്യം പുറകിലുണ്ട്. സാർ ബാത്റൂമിലാണ്, ടോയ്ലറ്റിൽ പോയി. എന്നാ SI വിളിക്ക്. SI സാർ ടോയ്ലറ്റിലാണ് സാർ. രണ്ടുപേരും ബാത്റൂമിലും ടോയ്ലറ്റിലും പോകുന്നതുകൊണ്ടാ നാട്ടിലൊക്കെ കവർച്ച വരുന്നത്. വിളിക്കണവരെ. സാറേ, SP സാർ വിളിക്കുന്ന CI സാറിനെ. SI സാറെ SP സാറ് വിളിക്കുന്നത്, പെട്ടെന്ന് വാ സാർ. എന്ത് കോപ്രായോടാ ഈ കാണിക്കുന്നത്? ബാത്റൂമിൽ പോയപ്പോ മസിൽ പിടിച്ചാ സാറേ. Where is your cap? എടോ, തന്റെയൊക്കെ തൊപ്പി എവിടെയെന്ന്? രാവിലെ നോക്കിയപ്പോ തൊപ്പി കാണുന്നില്ല സാർ. രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ തൊപ്പിയും കാണുന്നില്ല സാർ. Shut up, you fools. സ്വന്തം തലയിലെ തൊപ്പി സംരക്ഷിക്കാൻ കഴിയാത്ത നീയൊക്കെയാണോടോ കേരളത്തിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നത്? എനിക്ക് ലജ്ജ തോന്നുന്നു. ബ്ലഡി ഇഡിയറ്റ്. സോറി സാർ. സാറന്മാരുടെ യൂണിഫോമും തൊപ്പിയൊക്കെ അടിച്ചു മാറ്റി കള്ളൻ. ക്ഷമിക്കണം സാറേ, ഞാനാണ് നിങ്ങളുടെ രണ്ടുപേരുടെ യൂണിഫോം അടിച്ചു മാറ്റിയത്. ഒരു സീരിയൽ അഭിനയിക്കാൻ വേണ്ടി, വേഷം കെട്ടാൻ വേണ്ടിയായിരുന്നു. ക്ഷമിക്കണം സാറേ. ക്ഷമിക്കണം സാറേ. ഭാഗ്യത്തിന് എന്നെ ഒന്നും അവൻ അടിച്ചു മാറ്റിയില്ല. ഈ ബനിയ സാറിന്റെ എന്റെ അല്ല, ഈ സാറിന്റെ. അപ്പൊ ഇതിന്റെ കൂടെ ഇട്ടിരുന്ന അപ്പൊ അതും പോയാ? എടാ, സ്വന്തമായി പോലീസിന്റെ യൂണിഫോം വരെ അടിച്ചു മാറ്റുന്ന ഇവനൊക്കെ കുറെ കാലം അകത്ത് കിടക്കട്ടെ. തേണ്ടി ഇങ്ങോട്ട് സാറേ, ഈ സെല്ല് എവിടാ? സെല്ല് ഇവന്റെ എല്ലുണ്ണി ആവരും. വീട് കുത്തി തുറന്ന് 50 പവൻ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. ഗുണ്ടാ പുഷ്കരനാണ് പ്രതി. പ്രതി കുറ്റം സമ്മതിച്ചു. പോലീസ് വേഷത്തിലാണ് പ്രതി മോഷണം നടത്താറുള്ളതെന്ന് CI പറഞ്ഞു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള പുഷ്കരൻ അറിയപ്പെടുന്ന ഗുണ്ടാ നേതാവാണ്. ഹലോ, അതെ ചേച്ചി, വാർത്ത കണ്ടില്ലേ? ഔട്ടായി കടന്ന ചേട്ടൻ ലൈംലൈറ്റ് ആയിട്ട് വരുന്ന വേണ്ട. ഇതാ പറയുന്ന ചേച്ചി, എല്ലാവർക്കും ഒരു ദിവസം വരുന്നു. അയ്യോ.